ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ബാക്കിയുള്ള 2-3 ടൈപ്പ് ഓഫ് സെൻസേഴ്സിനെ പറ്റി പഠിക്കാം. ഇനി നമ്മുടെ മോഡ്യൂളിൽ മെയിനായിട്ട് പഠിക്കാനുള്ള സെൻസേഴ്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഈ 3 പറയാം. ഇതല്ല, ഇതിൽ കൂടുതലുണ്ട്, എന്നാലും ബേസിക്കലി ഈ 3 അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൻസേഴ്സ് എന്ന് പറയാം. 3 ഡിസ്പ്ലേസ്മെൻറ്റ് സെൻസർ, പൊസിഷൻ സെൻസർ, പ്രോക്സിമിറ്റി സെൻസേഴ്സ്. ഈ 3 കാറ്റഗറി ഓഫ് സെൻസേഴ്സാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഈ 3 ആപ്ലിക്കേഷനാണ്. ഈ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ഡിസ്റ്റൻസ് മെഷർ ചെയ്തെടുക്കാനുള്ള എക്യുപ്മെൻറ്റ് ഡിവൈസിനെ ഡിസ്പ്ലേസ്മെൻറ്റ് സെൻസർ എന്ന് പറയും. ഒരു പർട്ടിക്കുലർ ബോഡിയുടെ പൊസിഷൻ ഡിറ്റക്റ്റ് ചെയ്യാനുള്ള ഏതെങ്കിലും റെഫറൻസ് പോയിൻറ്റിനെ ബേസ് ചെയ്ത് ഒരു ബോഡിയുടെ പൊസിഷൻ ഡിറ്റക്റ്റ് ചെയ്യാനുള്ള സെൻസറിനെ പൊസിഷൻ സെൻസർ എന്ന് പറയും. അതുപോലെ തന്നെ പ്രോക്സിമിറ്റി സെൻസേഴ്സ്. ഈ പ്രോക്സിമിറ്റി സെൻസേഴ്സ് എന്താണെന്ന് നിങ്ങൾക്കറിയാലോ. നമ്മുടെ മൊബൈൽ ഫോൺസിലൊക്കെ, സ്മാർട്ട് ഫോൺസിലൊക്കെ ഈ പ്രോക്സിമിറ്റി സെൻസറുണ്ട്. നിങ്ങൾക്കറിയാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. പ്രോക്സിമിറ്റി സെൻസർ എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ പ്രോക്സിമിറ്റി സെൻസർ നമ്മുടെ സ്മാർട്ട് ഫോണിലാണെങ്കിൽ ആദ്യമായിട്ട് ആപ്പിളിൻ്റെ ഐഫോണിലാണ് ആദ്യമായിട്ട് അത് കൊണ്ടുവന്നത് എന്നാണ് തോന്നുന്നത്. ഈ ടച്ച് സ്ക്രീനുള്ള ഫോണിൽ നമ്മുടെ ചെവിയിലോട്ട് കൊണ്ടുവരില്ല. ഇപ്പോൾ കോൾ വന്നതിന് ശേഷം ചെവിയുടെ അടുത്തോട്ട് കൊണ്ടുവന്ന് ചെവിയിൽ ടച്ച് ചെയ്താൽ ഈ ഡിസ്പ്ലേയിലുള്ള കാര്യങ്ങളെല്ലാം മാറും. കാരണം ചെവി എന്ന് പറയുന്നത് സ്കിന്നാണല്ലോ, അപ്പോൾ അത് സെൻസിറ്റീവ് ആയതുകൊണ്ട് നമ്മുടെ ഡിസ്പ്ലേയിലുള്ള കാര്യങ്ങളെല്ലാം മാറും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ചെവിയുടെ അടുത്തേക്ക് കൊണ്ട് ചെല്ലുമ്പോഴേ ഈ ഡിസ്പ്ലേ ഓഫ് ആവണം. അതിന് വേണ്ടിയുള്ള സെൻസറാണ് പ്രോക്സിമിറ്റി സെൻസർ എന്ന് പറയുന്നത്. ഇത് മിക്കവാറും എല്ലാ സ്മാർട്ട് ഫോണിലും ഈ ഇയർ പീസിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു പ്രോക്സിമിറ്റി സെൻസർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ചെവിയുടെ അടുത്തേക്ക് കൊണ്ട് ചെല്ലുമ്പോൾ തന്നെ ആ സ്ക്രീൻ ഓട്ടോമാറ്റിക്കലി ഓഫ് ആകും. എപ്പം ചെവിയിലോട്ട് കൊണ്ടുവന്നാൽ ഓഫ് ആകത്തില്ല. കോൾ ചെയ്തുകൊണ്ടിരിക്കെ ചെവിയിലോട്ടോട്ട് കൊണ്ടു ചെല്ലുമ്പം അത് സ്ക്രീൻ ഓട്ടോമാറ്റിക്കലി ഓഫ് ആകും. ആ സംഭവം എന്തെന്ന് വെച്ചാൽ ഈ കോൾ ചെയ്യുമ്പോഴായിരിക്കും ഈ പ്രോക്സിമിറ്റി സെൻസർ എനേബിൾ ആവുന്നത്. അതുവരെ അത് ഓഫായിരിക്കും. എപ്പോഴാണോ കോൾ ചെയ്യുന്നത് ആ സമയത്തായിരിക്കും ഈ സെൻസർ എനേബിൾ ചെയ്യുന്നത്. എന്നിട്ട് അത് നമ്മുടെ ചെവിയുടെ അടുത്തോട്ട് കൊണ്ടു ചെല്ലുമ്പോൾ അത് സ്ക്രീൻ ഡിസ്പ്ലേ ഓഫ് ആവും. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സെൻസറിൻ്റെ റേഞ്ചിൽ എന്തെങ്കിലും ഒരു ഒബ്സ്ട്രക്ഷൻ അത് കണ്ടെത്തുകയാണെങ്കിൽ അത് ആക്ടിവേറ്റ് ആവുകയും അത് ഡിസ്പ്ലേ ഓഫ് ചെയ്യാനുള്ള സിഗ്നൽ കൊടുക്കുകയും ചെയ്യും. നമ്മുടെ ചെവിയുടെ അടുത്തോട്ട് തന്നെ കൊണ്ടുവരണമെന്നില്ല. കോൾ ചെയ്തിട്ട് നമുക്ക് ഈ പ്രോക്സിമിറ്റി സെൻസറിൻ്റെ ഭാഗം കൈ കൊണ്ട് മറക്കുകയാണെങ്കിലും ആ ഡിസ്പ്ലേ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് ഓഫ് ആവും. കാരണം എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ അതിൻ്റെ റേഞ്ചിൽ, അതിനൊരു പർട്ടിക്കുലർ റേഞ്ച് കാണും. മേ ബി ഒരു 5 സെൻറ്റിമീറ്റർ ഒക്കെ ആയിരിക്കും റേഞ്ച്, അല്ലെങ്കിൽ 3 സെൻറ്റിമീറ്റർ ഒക്കെ ആയിരിക്കും റേഞ്ച്. ആ റേഞ്ചിനകത്ത് എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ വന്നാൽ ഡിസ്പ്ലേ ഓഫ് ആവും. അപ്പോൾ അതിന് വേണ്ടിയുള്ള സെൻസറാണ് ഈ പ്രോക്സിമിറ്റി സെൻസർ എന്ന് പറയുന്നത്. അതേ ആപ്ലിക്കേഷൻ തന്നെ നമ്മുടെ ഓട്ടോമൊബൈൽസിൽ, ബേസിക്കലി കാർസിലെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. കാറിൽ ഈ പാർക്കിംഗ് സെൻസർ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതും ഒരു പ്രോക്സിമിറ്റി സെൻസറാണ്. ഈ പാർക്കിംഗ് സെൻസർ എനേബിൾ ആവുന്നത് വണ്ടി റിവേഴ്സ് എടുക്കുമ്പോൾ മാത്രമായിരിക്കും. അല്ലാതെ വണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പാർക്കിംഗ് സെൻസർ ഒന്നും ആക്റ്റീവ് ആവത്തില്ല. അത് റിവേഴ്സ് എടുക്കുമ്പോഴായിരിക്കും ഈ പാർക്കിംഗ് സെൻസർ ആക്റ്റീവ് ആവുന്നത്. ഇത് ആക്ച്വലി ഒരു പ്രോക്സിമിറ്റി സെൻസറാണ്. ഈ സെൻസറിന് ഒരു പർട്ടിക്കുലർ റേഞ്ച് കാണും. ആ പാർക്കിംഗ് സെൻസർ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ റേഞ്ച് കാണും. അതായത് ഒരു സർട്ടൺ ഡിസ്റ്റൻസ്, ഒരു 15 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 30 സെൻറ്റിമീറ്ററിനകത്ത് എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ വരികയാണെങ്കിൽ അത് ബീപ്പ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും, അതായത് സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം അതിനെയാണ് ഈ പാർക്കിംഗ് സെൻസർ എന്ന് പറയുന്നത്. ഇതേ പ്രോക്സിമിറ്റി സെൻസറിൻ്റെ അതേ ആപ്ലിക്കേഷൻ തന്നെയാണ് ഈ പാർക്കിംഗ് സെൻസറിലും ഉപയോഗിക്കുന്നത്. അത് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. ഇവിടെയും ആക്ച്വലി എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ ഉണ്ട്, ആ പർട്ടിക്കുലർ റേഞ്ചിൽ, ആ സെൻസറിന് ഒരു പർട്ടിക്കുലർ റേഞ്ച് ഡിഫൈൻ ചെയ്തിരിക്കും. മേ ബി 15 സെൻറ്റിമീറ്റർ 20 സെൻറ്റിമീറ്റർ ആയിരിക്കും. ആ റേഞ്ചിനകത്ത് എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ എത്തുമ്പോഴായിരിക്കും അത് ആ സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ ഉണ്ട് എന്നത് കണ്ടെത്തുന്നത്. അപ്പം ഇങ്ങനത്തെ ആപ്ലിക്കേഷനാണ് ഈ പ്രോക്സിമിറ്റി സെൻസർ എന്നുള്ളത്. നമ്മൾ ഈ പ്രോക്സിമിറ്റി സെൻസേഴ്സും കൂടെ ഈ ഒരു ഫസ്റ്റ് മോഡ്യൂളിൽ പഠിക്കും. നമ്മൾ ഈ സ്മാർട്ട് ഫോണിൽ ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ ഈ കാറിൽ ഉപയോഗിക്കുന്ന സെൻസർ ഒന്നുമല്ല നമ്മൾ പഠിക്കുന്നത് അതിൻ്റെ ടെക്നോളജിയാണ്. അതായത് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള കുറച്ച് ബേസ് ആയിട്ടുള്ള ടെക്നോളജീസാണ് നമ്മൾ പഠിക്കുന്നത്. അല്ലാതെ സ്മാർട്ട് ഫോണിൽ കൊടുത്തില്ല. സ്മാർട്ട് ഫോണിൽ എന്ന് പറഞ്ഞാൽ പ്രോക്സിമിറ്റി സെൻസർ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ചിപ്പാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അതാണ് സെൻസറായിട്ട് ആക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ പാർക്കിംഗ് സെൻസറായിട്ട് യൂസ് ചെയ്യുന്ന അതേ സെൻസർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വലിയ സെൻസറായിരിക്കും. അതൊന്നുമല്ല നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. പക്ഷേ ആ ആപ്ലിക്കേഷനിൽ വരുന്ന സംഭവങ്ങളാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. അപ്പോൾ ഇതാണ് പ്രോക്സിമിറ്റി സെൻസർ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് സെൻസർ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന, അതിപ്പോൾ ലീനിയർ ആവാം അല്ലെങ്കിൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ആവാം, ആംഗുലാർ ഡിസ്റ്റൻസ് ആവാം അല്ലെങ്കിൽ ലീനിയർ ഡിസ്റ്റൻസ് ആവാം. അപ്പോൾ അത് മെഷർ ചെയ്യാനുള്ള സെൻസറിനെ ഡിസ്പ്ലേസ്മെൻറ്റ് സെൻസർ എന്ന് പറയും. പൊസിഷൻ സെൻസർ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ബോഡിയുടെ പൊസിഷൻ, ഒരു റെഫറൻസ് പോയിന്റിനെ ബേസ് ചെയ്ത് അതിൻ്റെ പൊസിഷനിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടായോ ഇല്ലയോ എന്ന് കണ്ടെത്താനുള്ള, എന്ന് ഡിറ്റക്റ്റ് ചെയ്യാനുള്ള സെൻസറിനെയാണ് പൊസിഷൻ സെൻസർ എന്ന് പറയുന്നത്. പിന്നെ പ്രോക്സിമിറ്റി സെൻസറും. ഈ 3 കാറ്റഗറി ഓഫ് സെൻസറും സത്യം പറഞ്ഞാൽ ഒരു ക്ലാസിഫിക്കേഷന് വരുന്നതാണ്. ഈ ഡിസ്പ്ലേസ്മെൻറ്റ് സെൻസറായിട്ട് ഉപയോഗിക്കുന്ന സെയിം സെൻസർ തന്നെ മേ ബി പ്രോക്സിമിറ്റി സെൻസറായിട്ട് ഉപയോഗിക്കാൻ പറ്റും ചില കേസിൽ. അതുപോലെ തന്നെ പൊസിഷൻ സെൻസറായിട്ട് ഉള്ള അതേ സെൻസർ ഉപയോഗിച്ച് നോക്കുകയാണെങ്കിൽ പ്രോക്സിമിറ്റി സെൻസറായിട്ട് നമുക്ക് യൂസ് ചെയ്യാനൊക്കും. എല്ലാ സെൻസറും യൂസ് ചെയ്യാനൊക്കത്തില്ല, പക്ഷേ ചില പൊസിഷൻ സെൻസേഴ്സ് പ്രോക്സിമിറ്റി സെൻസേഴ്സ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും.
അപ്പോൾ അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷനിൽ വരുന്ന 3 സെൻസേഴ്സാണ് ഈ ഡിസ്പ്ലേസ്മെൻറ്റ് സെൻസർ, പൊസിഷൻ സെൻസർ, പ്രോക്സിമിറ്റി സെൻസേഴ്സ്. ഈ 3 കാറ്റഗറിയിലുള്ള സെൻസേഴ്സിനായിട്ട് ഒരു 9 ക്ലാസിഫിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് 9 ടൈപ്പ് ഓഫ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ചിലതൊക്കെ ഡിസ്പ്ലേസ്മെൻറ്റിന് മാത്രമുള്ളതാണ്. ചില സെൻസേഴ്സ് പൊസിഷൻ സെൻസറായിട്ടും പ്രോക്സിമിറ്റി സെൻസറായിട്ട് യൂസ് ചെയ്യാനൊക്കും. വേറെ ചില സെൻസേഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് സെൻസറായിട്ടും പ്രോക്സിമിറ്റി സെൻസറായിട്ടൊക്കെ യൂസ് ചെയ്യാനൊക്കും. അത് നമ്മുടെ ഈ അതിൻ്റെ ടെക്നോളജി എന്താണ്, അതിൻ്റെ വർക്കിംഗ് എന്താണെന്ന് പഠിക്കപ്പോഴേ നമുക്ക് മനസ്സിലാവും. ഇതിൽ ഡിസ്പ്ലേസ്മെൻറ്റ് സെൻസറായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുമോ, അതോ പ്രോക്സിമിറ്റി സെൻസറായിട്ടാണോ ഈ സെൻസേഴ്സ് ഉപയോഗിക്കുന്നത് എന്ന് ഇത് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും. ഈ സെൻസേഴ്സിൻ്റെ എല്ലാം ആപ്ലിക്കേഷൻ ഈ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ്റെ അകത്താണ് വരുന്നത്. ഈ സെൻസേഴ്സ് എല്ലാം ഉപയോഗിക്കുന്നത് ഒന്നുകിൽ പ്രോക്സിമിറ്റി സെൻസറായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് സെൻസറായിട്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുത്തി പൊസിഷൻ സെൻസറായിട്ടെല്ലാം യൂസ് ചെയ്യാനൊക്കെ ഈ കൊടുത്തിരിക്കുന്ന സെൻസേഴ്സ്. ഈ കൊടുത്തിരിക്കുന്ന സെൻസേഴ്സ് എല്ലാം ഓരോ ടൈപ്പ് ഓഫ് സെൻസേഴ്സാണ്, ഓരോ ടെക്നോളജി, ഓരോ മെത്തേഡിലാണ് അത് വർക്ക് ചെയ്യുന്നത്. അതെല്ലാം ഈ ടൈപ്പ് സെൻസേഴ്സായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. എക്സാമിന് ഒന്നുകിൽ ഏതെങ്കിലും 2 ഡിസ്പ്ലേസ്മെൻറ്റ് സെൻസർ എക്സ്പ്ലെയിൻ ചെയ്യുക, അല്ലെങ്കിൽ 2 പ്രോക്സിമിറ്റി സെൻസർ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നായിരിക്കാം ക്വസ്റ്റ്യൻ. അതല്ല എങ്കിൽ ഈ പർട്ടിക്കുലർ സെൻസേഴ്സ് നെയിം ചെയ്ത് പ്രത്യേകം പറയും. എക്സ്പ്ലെയിൻ എഡി കറണ്ട് പ്രോക്സിമിറ്റി സെൻസേഴ്സ്, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമേഴ്സ് എന്നൊക്കെ പറയും, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ 2 കപ്പാസിറ്റി സെൻസേഴ്സ് എന്നൊക്കെ ആയിരിക്കും എക്സാമിന് ചോദിക്കുന്നത്. എക്സാമിന് എന്താണ് ചോദിക്കുന്നത് അതിനെ ബേസ് ചെയ്ത് എഴുതുക. ഈ 9 കൂടെ 10-20 മാർക്കിന് ചോദിക്കാൻ സാധിക്കത്തില്ല. കാരണം ഇത് ഓരോന്നിനും ഫിഗേഴ്സ് ഉണ്ട്, 1-2 ഫിഗേഴ്സൊക്കെ ഉണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യാനും ഒരുപാടുണ്ട്. അതുകൊണ്ട് എല്ലാം കൂടെ 10 മാർക്കിനൊന്നും ചോദിക്കത്തില്ല. ഇത് 1-2 എണ്ണം മാത്രമേ 10 മാർക്കിന് ചോദിക്കുകയുള്ളൂ. എല്ലാത്തിനും ഫിഗർ ഉണ്ട്, കാര്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കും. എല്ലാം വളരെ സിമ്പിളാണ്. പക്ഷേ കുഴപ്പമെന്ന് വെച്ചാൽ എല്ലാത്തിൻ്റെയും വർക്കിംഗ് ഓൾമോസ്റ്റ് സിമിലറാണ്. കാരണം പേരും ഏകദേശം ഒരുപോലെയൊക്കെ വരും, വർക്കിംഗ് ഏകദേശമൊക്കെ സിമിലറായിട്ട് വരും. അതുകൊണ്ട് നമുക്ക് ഫിഗറൊക്കെ ചിലപ്പം തിരിഞ്ഞു പോകും. നിങ്ങൾ കറക്റ്റായിട്ട് ഓരോ ടൈപ്പ് ഓഫ് സെൻസറിന് എന്താ ഫിഗർ ആണെന്ന് കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കുക, മനസ്സിലാക്കി വയ്ക്കുക. ഫിഗർ വരച്ച് കഴിഞ്ഞാൽ പിന്നെ വർക്കിംഗ് നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ആ ഫിഗർ തന്നെയാണ് പോയിന്റ്. ഫിഗറാണ് സത്യം പറഞ്ഞാൽ കാണാതെ പഠിക്കാനുള്ളത്. വർക്കിംഗ് നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഈസി ആയിട്ട് എഴുതാനായിട്ട് സാധിക്കും ഫിഗർ വരച്ച് കഴിഞ്ഞാൽ. ആദ്യത്തെ 2-3 എണ്ണം പഠിച്ച് കഴിയുമ്പോഴേക്കും ബാക്കിയുള്ളതിൻ്റെ വർക്കിംഗ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ എഴുതാനായിട്ട് സാധിക്കും. ഫിഗർ മാത്രം തെറ്റാതെ വരയ്ക്കാൻ പറ്റണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 3 ടൈപ്പ് ഓഫ് സെൻസേഴ്സാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഈ പൊട്ടൻഷ്യോമീറ്റർ സെൻസർ, പിന്നെ സ്ട്രെയിൻ ഗേജ് എലമെൻറ്റ്, ഈ 2 ടൈപ്പ് ഓഫ് സെൻസേഴ്സിനെ പറ്റി പഠിക്കാം. ആദ്യം പൊട്ടൻഷ്യോമീറ്റർ സെൻസർ. ഈ പൊട്ടൻഷ്യോമീറ്റർ സെൻസർ അല്ലെങ്കിൽ പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്ന സെൻസർ സാധാരണ ഈ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സെൻസറാണ്. ഇത് ബേസിക്കലി ഡിസ്പ്ലേസ്മെൻറ്റ് സെൻസറാണ്. ആംഗുലാർ സെൻസർ ആയിട്ട് തന്നെയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്, പക്ഷേ അതേസമയം ലീനിയർ സെൻസറായിട്ടും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഈ പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയുന്ന സാധനം. ഈ പൊട്ടൻഷ്യോമീറ്റർ ആക്ച്വലി നിങ്ങളെല്ലാവരും കണ്ടു കാണും. ഇത് ഒരു റേഡിയോ, ഫിലിപ്സിൻ്റെ ഒരു റേഡിയോ ആണ്. അതിലിതാ ഈ നോബ് നിങ്ങൾ കണ്ടോ, ഇതിപ്പോൾ ട്യൂൺ ചെയ്യാനുള്ള നോബാണ്. ഇത് വോളിയം മാക്സിമം മാക്സിമം കൊടുത്തിട്ടുണ്ട്. അത് ഇൻക്രീസ് ചെയ്യാൻ ഡിക്രീസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന നോബാണ്. ഇത് ആക്ച്വലി ഒരു പൊട്ടൻഷ്യോമീറ്ററാണ്. ഇതിൻ്റെ അകത്തുള്ള വർക്കിംഗ്, അതിൻ്റെ അകത്തുള്ള സെൻസർ എന്ന് പറഞ്ഞാൽ ഒരു പൊട്ടൻഷ്യോമീറ്ററാണ്. കാരണം ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത്, അതായത് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് അവിടെ ഉണ്ടാകുന്നത്. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം. ഇപ്പം വോളിയം നോബാണെങ്കിൽ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് ഇതിൻ്റെ വോളിയം കൂട്ടുകയും അതുപോലെ തന്നെ കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഒരു ആംഗുലാർ ഡിസ്പ്ലേസ്മെൻ്റ് അനുസരിച്ചാണ് ഇതിൻ്റെ വോളിയം കൂടുകയും കുറയുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ ട്യൂണിങ്ങിൻ്റെ കേസാണെങ്കിലും, മാനുവൽ ട്യൂണിങ് അല്ലാതെ ഡിജിറ്റൽ ട്യൂണിങ് ആണെങ്കിൽ ഇതിങ്ങനെ നമ്മളിങ്ങനെ നോബ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ചായിരിക്കും സ്റ്റേഷൻ മാറുന്നത്, അതിൻ്റെ ഫ്രീക്വൻസി ചേഞ്ച് ആവുന്നത്. അപ്പോൾ ഫ്രീക്വൻസി ചേഞ്ച് ആവുന്നത് അത് മനസ്സിലാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ, അതായത് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര ആംഗിൾ വെച്ചിട്ടാണോ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത് അത് മനസ്സിലാക്കിയാണ് അതിൻ്റെ ട്യൂണിങ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം പൊട്ടൻഷ്യോമീറ്ററിന് എക്സാമ്പിളാണ്. ഇതിൻ്റെ അകത്തെല്ലാം പൊട്ടൻഷ്യോമീറ്ററാണ് ഉപയോഗിക്കുന്നത്. ഇത് സാധാരണ പണ്ട് കാലത്തുള്ള, അതായത് ഇതും പണ്ടത്തെ ടെക്നോളജി എന്ന് പറയും. ഇപ്പം ഈ ഇങ്ങനത്തെ റേഡിയോ തന്നെ ഉപയോഗിക്കുന്നില്ലല്ലോ. ഇതിപ്പം നമ്മുടെ മൊബൈൽ ഫോൺസിലൊക്കെ റേഡിയോ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കുറച്ച് മുമ്പത്തെ ജനറേഷനുള്ള റേഡിയോ ആണെന്നൊക്കെ പറയാം. അപ്പോൾ ഇങ്ങനത്തെ ഇലക്ട്രോണിക് ഡിവൈസസ്, റേഡിയോ ആയിരുന്നാലും ടി വി ആയിരുന്നാലും മറ്റു പല ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സിലായിരുന്നാലും ബേസിക്കലി പ്രീവിയസ് ജനറേഷനിലുള്ള ഇലക്ട്രോണിക് ഡിവൈസസിലെല്ലാം വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സെൻസറാണ് ഈ പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഇത് ബേസിക്കലി ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സെൻസറാണ്. അതായത് എത്ര ആംഗിൾ നമ്മൾ റൊട്ടേറ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സെൻസറാണ്. ഈ കൊടുത്തിരിക്കുന്നതും ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ഉള്ള ഒരു സെൻസറിൻ്റെ ഫിഗറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ആക്ച്വലായിട്ടുള്ള ഒരു ഫോട്ടോ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് വരയ്ക്കാനൊക്കത്തില്ലല്ലോ. അപ്പോൾ ഇതാണ് എക്സാമിന് നമുക്ക് വരയ്ക്കാനുള്ളത്. ഇതിൻ്റെ ഒരു പിക്ചർ റെപ്രസെൻറ്റേഷനാണ്, സിംപ്ലിഫൈ ചെയ്ത റെപ്രസെൻറ്റേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതാണ് നിങ്ങൾ എക്സാമിന് വരയ്ക്കേണ്ടത്. ലീനിയർ പൊട്ടൻഷ്യോമീറ്റർ, ഇതിപ്പം ആംഗുലാർ പൊട്ടൻഷ്യോമീറ്റർ ആണെന്ന് പറയാം. ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് മെഷർ ചെയ്യാനുള്ളതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ സർക്കുലറിലിരിക്കുന്നത്. അതുകൊണ്ടാണ് ആംഗുലാർ. ഈ ആർക്ക് എത്രയാണെന്ന് നമുക്ക് മെഷർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും.
അപ്പോൾ ഇത് ആംഗുലാർ പൊട്ടൻഷ്യോമീറ്റർ. അതുപോലെ തന്നെ ലീനിയർ പൊട്ടൻഷ്യോമീറ്റർ ഉണ്ട്. അതിൻ്റെ ഫിഗർ കാണിക്കുന്നില്ല, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ അതിൻ്റെ ഫിഗർ കിട്ടും. അതിൻ്റെ വർക്കിംഗ് എല്ലാം ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. മിക്കവാറും എക്സാമിന് ഈ പൊട്ടൻഷ്യോമീറ്റർ എന്ന് മാത്രമേ ചോദിക്കുകയുള്ളൂ. ആംഗുലാർ പൊട്ടൻഷ്യോമീറ്റർ അല്ലെങ്കിൽ ലീനിയർ പൊട്ടൻഷ്യോമീറ്റർ എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് ചോദിക്കാറില്ല. പൊട്ടൻഷ്യോമീറ്റർ എക്സ്പ്ലെയിൻ ചെയ്യാനേ ചോദിക്കുകയുള്ളൂ. അപ്പം ഈ ഒരു ഫിഗർ വരച്ച് തന്നെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഫിഗർ എന്ന് പറയുന്നത്. ഈ ഫിഗറിൽ 3 ടെർമിനൽസ് ഉണ്ട്. എ ബി സി എന്ന് പറയുന്ന 3 ടെർമിനൽസ് ഉണ്ട്. എ എന്ന് പറയുന്ന ടെർമിനൽ എൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിനെയാണ് കണക്ട് ചെയ്യുന്നതെന്ന് പറയാം. ഇതാണ് ഒരു ആർക്ക്, 360 ഡിഗ്രി ഇല്ല, ഈ ഒരു ആർക്കുണ്ട്. അതിൻ്റെ അപ്പുറത്ത് അതർ എൻഡിലാണ് ബി എന്ന് പറയുന്ന ടെർമിനൽ, പിന്നെ സി എന്ന് പറയുന്ന ടെർമിനലുണ്ട്. ഇത് ഷാഫ്റ്റ് എന്ന് പറയാം, അതായത് ആക്സിസ് എന്ന് പറയാം. ഇവിടെയാണ് നമ്മൾ ആക്ച്വലി അതിന് ആ നോബിനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഈ പോർഷനാണ് ഈ പോർഷൻ എന്ന് പറയാം. ഇവിടെയാണ് നോബ് വരുന്നതും നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഈ നോബ്, ഇവിടുത്തെ നോബ്, ഈ നോബ് എന്താണെന്ന് നിങ്ങൾക്കറിയാലോ. ഞാൻ ഈ സംഭവത്തിനെയാണ്, ഈ ഒരു സ്വിച്ചിനെയാണ് നോബ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ നോബ് റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് ഇതിൻ്റെ അകത്തുള്ള ഈ ഒരു റൊട്ടേറ്റിംഗ് വൈപ്പർ എന്ന് പറയുന്ന ആ ഒരു നീഡിൽ പോലത്തെ ഒരു വൈപ്പർ പോലത്തെ ഒരു സ്ലൈഡിങ് പാർട്ടുണ്ട്. അതാണ് ഇവിടെ കിടന്ന് റൊട്ടേറ്റ് ചെയ്യുന്നത്. നമ്മളിവിടെ നോബ് റൊട്ടേറ്റ് ചെയ്യുമ്പം ഈ വൈപ്പർ എന്ന് പറയുന്ന ആ റൊട്ടേറ്റിംഗ് വൈപ്പർ എന്ന് പറയുന്ന കമ്പോണൻറ്റ് ഈ പാർട്ടിൻ്റെ, ഈ ബ്ലൂ ഷെയ്ഡിൽ ചെയ്തിരിക്കുന്ന ആ പാർട്ടിൻ്റെ മുകളിൽ സ്ലൈഡ് ചെയ്യും. ഈ ബ്ലൂ കളർ എന്ന് പറയുന്ന ആക്ച്വലി ഒരു റെസിസ്റ്റീവ് മെറ്റീരിയൽ, അത് കോട്ട് ചെയ്തിട്ടുണ്ട്. അത് റെസിസ്റ്റൻസ് ഉള്ള ഒരു മെറ്റീരിയൽ കോട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പുറത്താണ്, അതിൻ്റെ മുകളിലാണ് ഈ റൊട്ടേറ്റിംഗ് വൈപ്പർ സ്ലൈഡ് ചെയ്യുന്നത്. ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ കണക്ഷൻ കൊടുത്തിരിക്കും, അതായത് കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടായിരിക്കും. ഇവിടെ ഇപ്പോൾ സപ്പോസ് ഇപ്പം ഈ റൊട്ടേറ്റിംഗ് വൈപ്പർ നേരെ ഈ പൊസിഷനിലാണെന്ന് കരുതുക, അതായത് മിനിമം ആണെന്ന് കരുതുക. ഇത് ലെറ്റ്സ് സേ ഇത് മിനിമവും ഇത് മാക്സിമം ആണെന്ന് കരുതുക. നമ്മൾ നോബ് റൊട്ടേറ്റ് ചെയ്ത് മിനിമത്തിൽ നിന്ന് അത് റൊട്ടേറ്റ് ചെയ്ത് ഇപ്പുറത്തെ എൻഡിലോട്ട് എത്തപ്പോഴേക്കും മാക്സിമം എത്തുന്നു എന്ന് കരുതുക. ഇവിടെ മിനിമവും മാക്സിമം എന്ന് നമ്മൾ പറയുന്നത് മേ ബി വോളിയം ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ക്വാണ്ടിറ്റി ആവാം. അപ്പോൾ ആ വോളിയത്തിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ നോബിനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. സപ്പോസ് ഇപ്പോൾ നടക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഇതൊരു റൊട്ടേറ്റിംഗ് വൈപ്പറാണ്, അതൊരു മെറ്റൽ പീസ് തന്നെയാണ്. ഈ റെസിസ്റ്റീവ് മെറ്റീരിയലിൻ്റെ മുകളിലാണ് ഈ റൊട്ടേറ്റിംഗ് വൈപ്പർ ഉള്ളത്. സപ്പോസ് ഇതിപ്പം ബിഗിനിങ് സ്റ്റേജിലാണ്, അതായത് ഇനീഷ്യൽ പൊസിഷനിലാണ്, മിനിമം എന്ന് പറയുന്ന ഇനീഷ്യൽ പൊസിഷനിലാണ് ഈ വൈപ്പർ ഇരിക്കുന്നത്. ആ സമയത്ത് എയിലും സിയിലും ഉള്ള കറണ്ട് എന്ന് പറഞ്ഞാൽ ബേസിക്കലി കൂടുതലായിരിക്കും. കാരണം ഇത് റെസിസ്റ്റീവ് മെറ്റീരിയലാണ്. ആ റെസിസ്റ്റീവ് മെറ്റീരിയലിൽ കൂടെ ആയിരിക്കും അത് കറണ്ട് ഈ റൊട്ടേറ്റിംഗ് വൈപ്പർ വഴി ഇപ്പോഴത്തെ ടെർമിനലോട്ട്, ഈ സി എന്ന ടെർമിനൽ വഴി പുറത്തോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ ആ സമയത്ത് റെസിസ്റ്റൻസ് വളരെ കുറവാണെന്ന് കരുതാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകും തോറും ആ റെസിസ്റ്റൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അത്രയും ഏരിയ കവർ ചെയ്യണമല്ലോ കറണ്ടിന്. അപ്പോൾ ഇത് റെസിസ്റ്റീവ് മെറ്റീരിയലാണ്, അത്രയും റെസിസ്റ്റൻസിൽ കൂടെ കവർ ചെയ്തായിരിക്കും ഇപ്പോൾ ഈ സി എന്ന് പറയുന്ന ടെർമിനലിലോട്ട് കയറി വരുന്നത്. അപ്പോൾ അതായത് ഈ മിനിമത്തിൽ നിന്ന് ഈ റൊട്ടേറ്റിംഗ് വൈപ്പർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരും തോറും അവിടെയുള്ള റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങോട്ട് വരും തോറും റെസിസ്റ്റൻസ് കൂടുകയാണെന്ന് പറയാം. അപ്പോൾ ഈ റെസിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് ഇവിടെ നിന്നുള്ള ഔട്ട്പുട്ട് കറണ്ടിനും വേരിയേഷൻ ഉണ്ട്. അതായത് സത്യം പറഞ്ഞാൽ ഈ നോബ് നമ്മളിവിടെ റൊട്ടേറ്റ് ചെയ്യുമ്പം ആ സർക്യൂട്ടിലുള്ള കറണ്ട് വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആ സർക്യൂട്ടിലുള്ള റെസിസ്റ്റൻസ് വേരി ചെയ്തുകൊണ്ടിരിക്കും, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ കറണ്ടും വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ കറണ്ട് അത് എത്രയാണെന്ന് മെഷർ ചെയ്തെടുത്താൽ നമുക്ക് ഈസി ആയിട്ട് എത്ര ആംഗിളാണ് ഈ റൊട്ടേറ്റിംഗ് വൈപ്പർ ഇവിടെ റൊട്ടേറ്റ് ചെയ്തത് എന്ന് നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഈ ബേസ് ചെയ്താണ് നമ്മൾ എന്തെങ്കിലും നമ്മുടെ റേഡിയോയിൽ തന്നെ വോളിയം ചേഞ്ച് ചെയ്യുന്നതോ അല്ലെങ്കിൽ സ്റ്റേഷൻ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ആ ഫ്രീക്വൻസി മാറുന്നതൊക്കെ ഈ ഒരു ബേസിക് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചാണ്. അതായത് എത്ര ഡിഗ്രി നമ്മൾ റൊട്ടേറ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കുന്നത് ഇവിടെ ഈ സർക്യൂട്ടിൽ ഉണ്ടാകുന്ന കറണ്ടിനുണ്ടാകുന്ന ചേഞ്ച് അല്ലെങ്കിൽ റെസിസ്റ്റൻസിനുണ്ടാകുന്ന ചേഞ്ച് എത്രയാണെന്ന് മെഷർ ചെയ്തെടുത്താൽ എത്ര ആംഗിൾ നമ്മുടെ ഈ റൊട്ടേറ്റിംഗ് വൈപ്പർ എന്ന് പറയുന്ന കമ്പോണൻറ്റ് അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തു, എത്ര ആംഗിൾ അതവിടെ മാറി, എത്ര ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് അവിടെ ഉണ്ടായി എന്ന് നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് പൊട്ടൻഷ്യോമീറ്ററിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതായത് ഇവിടെ റൊട്ടേറ്റിംഗ് വൈപ്പർ എന്ന് പറയുന്ന ഒരു കമ്പോണൻ്റ് ഉണ്ട്, അതാണ് നമ്മൾ ആക്ച്വലി റൊട്ടേറ്റ് ചെയ്യണം. ഈ നോബ് റൊട്ടേറ്റ് ചെയ്യുന്നത് വഴി ഈ റൊട്ടേറ്റിംഗ് വൈപ്പറിനെയാണ് നമ്മളിവിടെ കൺട്രോൾ ചെയ്യുന്നത്. ആ റൊട്ടേറ്റിംഗ് വൈപ്പർ എന്ന് പറയുന്ന കമ്പോണൻറ്റ് ഒരു റെസിസ്റ്റീവ് മെറ്റീരിയലിൻ്റെ മുകളിലായിരിക്കും അത് സ്ലൈഡ് ചെയ്യുന്നത്. എന്നിട്ട് കണക്ഷനും കൊടുത്തിരിക്കും. ഇനീഷ്യൽ കണ്ടീഷനിൽ കറണ്ട് യൂഷ്വലി കൂടുതലായിരിക്കും, കാരണം റെസിസ്റ്റൻസ് കുറവായതുകൊണ്ട് കറണ്ട് കൂടുതലായിരിക്കും. നമ്മൾ ആ നോബ് തിരിച്ച് മിനിമത്തിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുപോകും തോറും, മാക്സിമത്തിലോട്ട് കൊണ്ടുപോകും തോറും കൂടുതൽ റെസിസ്റ്റൻസ് അവിടെ ഫോം ആവുന്നുണ്ട്. അതുകൊണ്ട് റെസിസ്റ്റൻസ് കൂടി വരുന്നതുകൊണ്ട് ഈ ടെർമിനൽസ് വഴിയുള്ള ഔട്ട്പുട്ട് കറണ്ടും കുറവായിരിക്കും, അത് കറസ്പോണ്ടിങ് ആയിട്ട് കുറവായിരിക്കും. അപ്പോൾ ആ ഔട്ട്പുട്ട് കറണ്ട് എത്രയാണെന്ന് മെഷർ ചെയ്ത് അല്ലെങ്കിൽ ആ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് എത്രയാണെന്ന് മെഷർ ചെയ്തെടുത്താൽ അതിനെ ബേസ് ചെയ്ത് എത്ര ആംഗിൾ നമ്മളിവിടെ ആ നോബിന് റൊട്ടേറ്റ് ചെയ്തു എന്ന് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും, കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു ഇങ്ങനെ ഒരു മെത്തേഡ് വഴി എത്ര ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായി എന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇതാണ് പൊട്ടൻഷ്യോമീറ്റർ, ആംഗുലർ പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയുന്ന ആ സെൻസറിൻ്റെ വർക്കിംഗ്. ഇതാണ് റേഡിയോയിലൊക്കെ ഉപയോഗിക്കുന്നത്. ഇത് ആംഗുലർ പൊട്ടൻഷ്യോമീറ്റർ.
ഇതേ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് തന്നെ നമുക്ക് ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റും നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് ഇങ്ങനത്തെ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ഒക്കെ നിങ്ങൾ കണ്ടു കാണും, ഇക്വലൈസറൊക്കെ ചേഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ ട്രബിൾ ബാസ് ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ഇങ്ങനത്തെ ഹൊറിസോണ്ടലായിട്ട് ഇങ്ങനെ ലീനിയറായിട്ട് മൂവ് ചെയ്യുന്ന സ്വിച്ചുള്ള കമ്പോണൻസ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം നിങ്ങൾ കണ്ടു കാണും. ഇവിടെ ഉപയോഗിക്കുന്നത് ഈ പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ തന്നെയാണ്. പക്ഷേ ഇത് ആംഗുലാർ രീതിയിലല്ല, ഇത് ലീനിയർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് മെഷർ ചെയ്യുന്നത്. ഈ കേസിലാണെങ്കിൽ ഇതിങ്ങനെ സർക്കുലർ ഫോമിലായിരിക്കത്തില്ല ഇരിക്കുന്നത്, ഇതൊരു ഹൊറിസോണ്ടൽ പാർട്ടായിട്ടായിരിക്കും ഇരിക്കുന്നത്, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അതിലായിരിക്കും അതിങ്ങനെ വേരി ചെയ്യുന്നു. നമ്മൾ ഈ സ്വിച്ച് ഇങ്ങനെ നീക്കും തോറും റെസിസ്റ്റൻസ് ആണ് അവിടെ ചേഞ്ച് വരുന്നത്. അപ്പോൾ ആ റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ആ സർക്യൂട്ടിലെ കറണ്ടിൻ്റെ വേരിയേഷൻ എങ്ങനെയാണ്, ചേഞ്ച് ഇൻ കറണ്ട് എത്രയാണെന്ന് നോക്കും. അതിനെ ബേസ് ചെയ്ത് എത്രത്തോളം ലീനിയർ മൂവ്മെൻറ്റ് ഈ സ്വിച്ചിനുണ്ടായി എന്ന് അതിന് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതുവഴി എന്താണോ ചേഞ്ച് ചെയ്യുന്നത്, ഇക്വലൈസർ ആണെങ്കിൽ അതിൽ എത്രയാണോ ആ ഫ്രീക്വൻസി ഒക്കെ ചേഞ്ച് ചെയ്യേണ്ടത് എന്ന് ഈസി ആയിട്ട് അതിനെ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയുന്ന സെൻസർ. എക്സാമിന് ഈ ഒരു ഫിഗറാണ് വരയ്ക്കേണ്ടത്. എന്നിട്ട് ബേസിക് ആയിട്ട് എൻ്റെ വർക്കിംഗ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് വയ്ക്കുക. ഈ ആംഗുലാർ പൊട്ടൻഷ്യോമീറ്റർ തന്നെ എഴുതിയാൽ മതി. പൊട്ടൻഷ്യോമീറ്റർ തന്നെ എക്സാമിന് ചോദിക്കുള്ളൂ. ഈ ആംഗുലാർ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ വർക്കിംഗ് തന്നെ എഴുതിയാൽ മതി. അപ്പോൾ ഇതാണ് പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയുന്ന സെൻസർ. അപ്പോൾ ഇതൊരു ഡിസ്പ്ലേസ്മെൻറ്റ് സെൻസറാണ്. ഇതൊരു പൊസിഷൻ സെൻസർ ആയിട്ടോ അല്ലെങ്കിൽ പ്രോക്സിമിറ്റി സെൻസറായിട്ട് എന്തായാലും യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല, പൊസിഷൻ സെൻസറായിട്ട് യൂസ് ചെയ്യത്തില്ല. ഇത് ബേസിക്കലി ഡിസ്പ്ലേസ്മെൻറ്റ് സെൻസറാണ് ഈ പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയുന്ന സെൻസർ. ഇനി അടുത്തത് സ്ട്രെയിൻ ഗേജ് എലമെൻറ്റ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെൻസറാണ്. ഈ സ്ട്രെയിൻ ഗേജ് എലമെൻ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു സ്റ്റാമ്പ് സൈസിലുള്ള വളരെ തിന്നായിട്ടുള്ള ചെറിയ ഒരു എലമെൻ്റാണ് ഈ സ്ട്രെയിൻ ഗേജ് എലമെൻ്റ് എന്ന് പറയുന്നത്. ഇതിനെ ഡിവൈസ് ഒന്നും എക്യുപ്മെൻറ്റോ ഒന്നും പോലും പറയാനൊക്കത്തില്ല. വളരെ ഒരു സ്റ്റാമ്പിൻ്റെ സൈസേ ഉള്ളൂ, ആ സ്റ്റാമ്പിൻ്റെ അത്ര തിക്നെസ്സേ ഉള്ളൂ. വളരെ തിന്നായിട്ടുള്ള വളരെ തിക്നെസ് കുറഞ്ഞ ഒരു സ്റ്റാമ്പിൻ്റെ സൈസിലുള്ള ഒരു എലമെൻറ്റിനെയാണ് സ്ട്രെയിൻ ഗേജ് എലമെൻ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ കൺസ്ട്രക്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. രണ്ട് രീതിയിൽ അത് ഉണ്ടാക്കിയെടുക്കാം. ഈ പറയുന്ന ഇതെന്ന് പറയുന്ന ഒരു പ്ലാസ്റ്റിക് ഷീറ്റോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും, വളരെ തിന്നായിട്ടുള്ള ഒരു കണ്ടക്റ്റീവ് അല്ലാത്ത എന്തെങ്കിലും മെറ്റീരിയൽ ആയിരിക്കും ഈ ഒരു ഓറഞ്ച് ഷെയ്ഡിലുള്ള, അതായത് ഈ പീസ്, ഈ ഒരു ഷീറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ മുകളിലാണ് നമ്മുടെ ഈ വയർ, വളരെ തിന്നായിട്ടുള്ള ഫോയിൽ, ഇത് വയറൊന്നും പറയാനൊക്കത്തില്ല, വളരെ തിന്നായിട്ടുള്ള ഫോയിലാണ് ഇതിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്തിരിക്കുന്നത്. വളരെ തിന്നായിട്ടുള്ള ഫോയിലായിരിക്കും. ഇതാ ഇവിടെ ഈ അറേഞ്ച് ചെയ്ത് വയറൊന്നോ അല്ലെങ്കിൽ ഫോയിലെന്നോ പറയാം, മെറ്റൽ ഫോയിലെന്നോ പറയാം. അപ്പം അത് ഇതിൻ്റെ മുകളിൽ ചേർത്ത് ഇങ്ങനെ ഫിക്സ് ചെയ്ത് ചേർത്ത് ഒട്ടിച്ച് വെച്ചിരിക്കും, എച്ച് ചെയ്ത് വെച്ചിരിക്കും, അതായത് നല്ലോണം ചേർത്ത് വെച്ചിരിക്കും. വളരെ തിന്നായിട്ടുള്ള മെംബ്രെയിൻ ആയിരിക്കും ഈ ഒരു ഇതെന്ന് പറയുന്നത്, അതായത് ബാക്കിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഈ ഒരു അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പീസ് എന്ന് പറഞ്ഞാൽ വളരെ തിന്നായിട്ടുള്ള വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിരിക്കും. അതിൻ്റെ മുകളിലാണ് ഈ മെറ്റൽ ഫോയിൽ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. എന്നിട്ട് അതിൽ നിന്ന് കണക്ഷൻ എടുക്കാനായിട്ട് സാധിക്കും. കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ പുറത്തോട്ട് മെറ്റൽ പീസ് ആ വയറിൽ നിന്ന് അല്ലെങ്കിൽ ആ മെറ്റൽ ഫോയിലിൽ നിന്ന് പുറത്തോട്ട് കണക്ഷൻ ലീഡ്സ് കാണും, അല്ലെങ്കിൽ ആ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ആ ഷീറ്റിൻ്റെ പുറത്ത് തന്നെ ഇങ്ങനെ ഒരു കുറച്ച് ഏരിയ കൂടിയൊരു പോർഷൻ ആയിരിക്കും, അത് തന്നെ കണക്ഷൻ ലീഡ്സ് ആയിട്ട് ആക്ട് ചെയ്യും, ഇതിലെ പോലെ. എന്നിട്ട് അതിനെ സോൾഡർ ചെയ്ത് വയർ പുറത്തോട്ട് എടുക്കാം. അപ്പോൾ അങ്ങനെ വളരെ തിന്നായിട്ടുള്ള ഇതൊരു ഈ ബ്ലാക്ക് കളറിലിരിക്കുന്ന മെറ്റൽ ഫോയിലാണ്, ഒരു മെറ്റൽ കൊണ്ടുണ്ടാക്കിയ ഫോയിലാണ്. അത് ഈ ഒരു പ്ലേറ്റിൽ, ഈ ഒരു നോൺ കണ്ടക്ടർ ആയിട്ടുള്ള ഒരു പ്ലേറ്റിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനെയാണ് സ്ട്രെയിൻ ഗേജ് എലമെൻ്റ് എന്ന് പറയുന്നത്. ഈ സംഭവത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഈ ഒരു പ്ലേറ്റിൻ്റെ എന്തെങ്കിലും ഒരു വേരിയേഷൻ ഉണ്ടാവുക, എന്തെങ്കിലും ഡിസ്റ്റോഷനോ എന്തെങ്കിലും മടങ്ങുകയോ, ആ പ്ലേറ്റ് ഒന്ന് ഇതൊരു പ്ലാസ്റ്റിക് ഷീറ്റ് വല്ലതും ആയിരിക്കും, ആ ഷീറ്റ് ഒന്ന് ടെൻസൈൽ ഫോഴ്സ് കാണോ ഒന്ന് വലിയുകയോ, അല്ലെങ്കിൽ ഒന്ന് കംപ്രസീവ് ഫോഴ്സ് കാണോ ഒന്ന് ചുരുങ്ങുകയോ, അല്ലെങ്കിൽ എന്തെങ്കിലും ടോർക്ക് ട്വിസ്റ്റിംഗ് ഫോഴ്സ് കാണാൻ എന്തെങ്കിലും ഡിസ്റ്റോർഷൻ സംഭവിക്കുകയോ, എന്തെങ്കിലും ഒരു വേരിയേഷൻ ഈ ഒരു പ്ലാസ്റ്റിക് ഷീറ്റിനോ അല്ലെങ്കിൽ ഈ മെറ്റൽ ഫോയിലിനോ ഉണ്ടാവുകയാണെങ്കിൽ ഈ സർക്യൂട്ടിൽ, ഈ ഒരു കണക്ഷൻ, ഈ ഒരു സർക്യൂട്ടിലുള്ള റെസിസ്റ്റൻസിന് വേരിയേഷൻ ഉണ്ടാവും. അതായത് ഈ ഒരു മെറ്റൽ ഫോയിലിന് എന്തെങ്കിലും ഡിസ്റ്റോർഷനോ എന്തെങ്കിലും ടെൻസൈൽ ഫോഴ്സ് ഉണ്ടാവുകയോ, അല്ലെങ്കിൽ അത് കാരണം അത് വലിയുകയോ അല്ലെങ്കിൽ അത് ചുരുങ്ങുകയോ, എന്തെങ്കിലും ഡിസ്റ്റോർഷനോ എന്തെങ്കിലും ഒരു ചേഞ്ച്, ഫിസിക്കലായിട്ട് എന്തെങ്കിലും ഒരു ചേഞ്ച്, മൈന്യൂട്ടായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവുകയാണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് ചേഞ്ച് ഈ ഒരു സർക്യൂട്ടിലുണ്ടാവും. ഈ റെസിസ്റ്റൻസ് ചേഞ്ച് എത്രയാണെന്ന് മനസ്സിലാക്കിയാൽ, പുറത്തോട്ട് കണക്ഷൻ പോയിട്ടുണ്ട്, അപ്പോൾ ഈ റെസിസ്റ്റൻസ് ചേഞ്ച് എത്രയാണെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ഈ ആ ഒരു സർഫസിൽ എത്ര ലോഡ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര ടെൻസൈൽ ഫോഴ്സ് അവിടെ വന്നിട്ടുണ്ട്, എത്ര കംപ്രസീവ് ഫോഴ്സ് അവിടെ വന്നിട്ടുണ്ട്, എത്ര ട്വിസ്റ്റിംഗ് ഫോഴ്സ്, ടോർക്ക് അവിടെ വന്നിട്ടുണ്ട് എന്നൊക്കെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇതെന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ സ്റ്റാമ്പ് സൈസിലുള്ള ഈ സ്ട്രെയിൻ ഗേജ് എലമെൻ്റ് എന്ന് പറയുന്ന സ്റ്റാമ്പ് സൈസിലുള്ള വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഈ ഒരു എലമെൻറ്റിനെ ഏതെങ്കിലും ഒരു സർഫസിൽ അത് ഒട്ടിച്ച് വയ്ക്കും, അത് ചേർത്ത് ഫിക്സ് ചെയ്ത് വയ്ക്കും. ഈ കാണിച്ചിരിക്കും പോലെ ഇതൊരു റോഡാണെന്ന് പറയാം. അതിൻ്റെ ആ റോഡിൻ്റെ പുറത്ത് അതിൻ്റെ സർഫസിൽ
ഈ ഒരു സ്ട്രെയിൻ ഗേജ് എലമെൻറ്റിനെ ഫിക്സ് ചെയ്തിട്ടുണ്ട്, ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഈ റോഡിൽ ഇപ്പം എന്തെങ്കിലും ഒരു ട്വിസ്റ്റിംഗ് ഫോഴ്സ് വരികയാണെങ്കിൽ, അതായത് റൊട്ടേഷൻ അതായത് ട്വിസ്റ്റിംഗ് ഫോഴ്സ്, എന്തെങ്കിലും ടോർക്ക് വരികയാണെങ്കിൽ നമുക്ക് നേക്കഡ് ഐ കൊണ്ട് കാണാൻ ഒക്കത്തില്ല. ചെറിയൊരു വേരിയേഷൻ അതിൻ്റെ ഇത് ഒട്ടിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ചെറിയൊരു ഡിസ്റ്റോർഷൻ മേ ബി അതിന് സംഭവിച്ചെന്നിരിക്കാം. നമുക്ക് നേക്കഡ് ഐ കൊണ്ട് ഒന്നും കാണാൻ ഒക്കത്തില്ല. വളരെ ചെറിയൊരു ഡിസ്റ്റോർഷൻ, ആ ട്വിസ്റ്റിംഗ് ട്വിസ്റ്റിംഗ് ഫോഴ്സ് കൊണ്ട് എന്തെങ്കിലും ചെറിയൊരു ഡിസ്റ്റോർഷൻ ഈ സ്ട്രെയിൻ ഗേജ് എലമെൻറ്റ് ഉണ്ടായാൽ തന്നെ അതിൻ്റെ അകത്തുള്ള റെസിസ്റ്റൻസിന് വേരിയേഷൻ ഉണ്ടാകും. ആ റെസിസ്റ്റൻസ് അവിടെ മെഷർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ആ റെസിസ്റ്റൻസ് എത്രയാണെന്ന് മെഷർ ചെയ്തെടുത്താൽ അതിനെ ബേസ് ചെയ്ത് ഇതിൽ വരുന്ന ട്വിസ്റ്റിംഗ് ഫോഴ്സ് എത്രയാണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇതേ സ്ട്രെയിൻ ഗേജ് എലമെൻറ്റ് തന്നെ ഉപയോഗിച്ച് ഒരു ബീമിലുള്ള ഡിഫ്ലക്ഷനും ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ആ ബീമിൻ്റെ സർഫസിൻ്റെ മുകളിലായിട്ട് പല പോയിന്റിലായിട്ട് ഈ സ്ട്രെയിൻ ഗേജ് എലമെൻറ്റ് ഫിക്സ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് എന്തെങ്കിലും ഫോഴ്സ് ഉണ്ടാവുകയാണെങ്കിൽ അതിനനുസരിച്ച് ഡിഫ്ലക്ഷൻ ഉണ്ടാകും. ആ ഡിഫ്ലക്ഷൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ സർഫസിൽ ചേഞ്ചസ് ഉണ്ടാകുന്നല്ലോ. ഈ ബീമിൻ്റെ സർഫസിൽ ഒരു വേരിയേഷൻ ഉണ്ടാകും. മിക്കവാറും ആ സർഫസ് എൻലാർജ് ചെയ്യും, എക്സ്പാൻഡ് ചെയ്യും. ആ സർഫസിൻ്റെ ഔട്ടർ ലെയർ ഒന്ന് എക്സ്പാൻഡ് ചെയ്യും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ മുകളിൽ ഒട്ടിച്ചിരിക്കുന്ന ഈ സ്ട്രെയിൻ ഗേജ് എലമെൻറ്റിൽ ഉള്ള ഈ ഒരു മെറ്റൽ ഫോയിലിനും എന്തെങ്കിലും ഒരു ഡിസ്റ്റോർഷൻ ഉണ്ടാവും. നമ്മുടെ നേക്കഡ് ഐ കൊണ്ടൊന്നും കാണാനൊക്കത്തില്ല. അത്ര വളരെ മൈന്യൂട്ടായിട്ടുള്ള ഡിസ്റ്റോർഷൻ ആയിരിക്കും. എന്തെങ്കിലും വലിയുകയോ അല്ലെങ്കിൽ അതൊന്ന് കംപ്രസ് ആവുകയോ എന്തെങ്കിലും ഒരു ഡിസ്റ്റോർഷൻ ഈ സ്ട്രെയിൻ ഗേജ് എലമെൻറ്റിൽ ഉണ്ടാവും. ഇങ്ങനെ ഒരു ലോഡ് വരപ്പോഴേക്കും ഇതിൻ്റെ ഔട്ടർ ലെയർ, ഈ ബീമിൻ്റെ ഔട്ടർ ലെയർ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുകയോ അതിൻ്റെ റേഡിയസ് ഒന്ന് മാറുകയോ ഒക്കെ ചെയ്തെന്നിരിക്കാം. അപ്പോൾ അതുവഴി ഈ സ്ട്രെയിൻ ഗേജ് എലമെൻറ്റിലും ആ ഒരു വേരിയേഷൻ ഉണ്ടാകും. ആ വേരിയേഷൻ മൂലം അതിൻ്റെ അകത്തൊരു റെസിസ്റ്റൻസ് ചേഞ്ച് ഉണ്ടാകുന്നു. ഈ ചേഞ്ചിങ് റെസിസ്റ്റൻസ് മെഷർ ചെയ്തെടുക്കാനായിട്ട് പുറത്തോട്ട് കണക്ഷൻ പോകുന്നുണ്ട്. അതുവഴി ഈ ബീമിൽ എത്ര ഡിഫ്ലക്ഷൻ ഉണ്ടായി എന്നൊക്കെ നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതായത് ഈ സ്ട്രെയിൻ ഗേജ് എലമെൻറ്റ് ഏതെങ്കിലും ഒരു സർഫസിലോട്ട് ഒട്ടിച്ച് വയ്ക്കുക. എന്നിട്ട് ആ സർഫസിൽ എന്തെങ്കിലും ചേഞ്ച് വരികയാണെങ്കിൽ, വളരെ മൈന്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു ചേഞ്ച് ആ സർഫസിൽ ഉണ്ടാവുകയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ സ്ട്രെയിൻ ഗേജ് എലമെൻറ്റിലുള്ള മെറ്റൽ ഫോയിലിലും ആ ഒരു ഡിസ്റ്റോർഷൻ സംഭവിക്കും. അതുവഴി ഈ മെറ്റൽ ഫോയിലുള്ള റെസിസ്റ്റൻസിൽ ചേഞ്ചസ് ഉണ്ടാവും. ആ റെസിസ്റ്റൻസ് ചേഞ്ച് എത്രയാണെന്ന് മെഷർ ചെയ്തെടുക്കാൻ സാധിച്ചാൽ ഇതിലുള്ള ഫോഴ്സ് എത്രയാണ്, ഇപ്പോൾ ടെൻസൈൽ ഫോഴ്സ് ആണോ അതിൽ വന്നത്, അത് എത്രത്തോളം ഫോഴ്സ് ഉണ്ടായിരുന്നു, കംപ്രസീവ് ഫോഴ്സ് എത്ര വന്നു, എത്ര ടോർക്ക് അതിലുണ്ടായി എന്നെല്ലാം ഈസി ആയിട്ട് മനസ്സിലാക്കാൻ, എത്രത്തോളം സ്ട്രെസ്സ് കമ്പോണൻ്റ് വന്നു എന്നെല്ലാം ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു സെൻസർ, വളരെ തിന്നായിട്ടുള്ള, വളരെ തിക്നെസ് കുറഞ്ഞ, വളരെ സ്റ്റാമ്പിൻ്റെ സൈസ് മാത്രമുള്ള, വളരെ ലോ കോസ്റ്റ് ആയിട്ടുള്ള ഒരു സെൻസറാണ് ഈ സ്ട്രെയിൻ ഗേജ് എലമെൻ്റ് എന്ന് പറയുന്നത്. ഈ സ്ട്രെയിൻ ഗേജ് എലമെൻ്റ് ഉപയോഗിച്ച് ഡിഫ്ലക്ഷൻ, ഒരു ബീമിനുള്ള ഡിഫ്ലക്ഷൻ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. ഒരു ബീമിൽ എത്ര ഫോഴ്സ് വരുന്നു എന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. എത്ര ടോർക്ക് എത്ര വരുന്നു, ട്വിസ്റ്റിംഗ് ഫോഴ്സ് എത്ര വരുന്നു, എത്ര കംപ്രസീവ് ഫോഴ്സ് വരുന്നു, എത്ര ടെൻസൈൽ ഫോഴ്സ് വരുന്നു എന്നെല്ലാം ഈ സ്ട്രെയിൻ ഗേജ് എലമെൻറ്റ് ഉപയോഗിച്ച് എന്ന് പറയുന്ന സ്ട്രെയിൻ ഗേജ് എലമെൻറ്റ് എന്ന് പറയുന്ന സെൻസർ ഉപയോഗിച്ച് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കും. കാരണം അതായത് സർഫസിൽ ഒട്ടിച്ച് വെച്ചിരിക്കുകയായിരിക്കും. ഈ ലോഡ് വരുന്നതനുസരിച്ച് ആ സർഫസിൽ എന്തെങ്കിലും ഒരു വേരിയേഷനും ഉണ്ടാവും. അതിൻ്റെ ഡയമെൻഷൻ കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്യാം. അതിനെ ബേസ് ചെയ്ത് ഈ മെറ്റൽ ഫോയിലുള്ള റെസിസ്റ്റൻസിൽ വേരിയേഷൻ ഉണ്ടാകും. ആ വേരിയേഷനോ റെസിസ്റ്റൻസ് മെഷർ ചെയ്തെടുത്ത് എത്ര ഫോഴ്സാണ് അവിടെ വന്നത്, എത്ര സ്ട്രെയിൻ അവിടെ, എത്ര സ്ട്രെസ് കമ്പോണൻ്റ് ഉണ്ടായി എന്ന് ഈസി ആയിട്ട് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഈ സ്ട്രെയിൻ ഗേജ് എലമെൻ്റ് തന്നെ പല രീതിയിൽ ആ മെറ്റൽ ഫോയിൽ, ആ മെറ്റൽ വയറിനെ നമുക്ക് അറേഞ്ച് ചെയ്യാം. ഒരു 4 ടൈപ്പ് ഇവിടെ എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ലീനിയർ സ്ട്രെയിൻ ഗേജ്, അത് ഈ ഒരു ഷേപ്പിലിരിക്കും. ഇത് ടോർക്ക് ഗേജ്, അതായത് ഒരു ബാറിൽ, ഒരു സിലിണ്ടറിക്കൽ റോഡിൽ വരുന്ന ടോർക്ക് എത്രയാണെന്ന് മനസ്സിലാക്കാനായിട്ടുള്ള സ്ട്രെയിൻ ഗേജിനുള്ള ആ വയറിൻ്റെ ഷേപ്പാണ് ഇതാ ഈ കാണിച്ചിട്ടുള്ളത്. ഈ ഷേപ്പിലായിരിക്കും ആ വയർ ഗ്രിഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് ടോർക്ക് ഗേജ് എന്ന് പറയും. അതുപോലെ തന്നെ ഹെലിക്കൽ ഗേജ്, ഈ ഒരു ഷേപ്പിലാണ് അതിൻ്റെ വയർ ചുറ്റി ഇങ്ങനെ വെച്ചിരിക്കുന്നതെങ്കിൽ ഹെലിക്കൽ ഗേജ്, അല്ലെങ്കിൽ റീസെറ്റർ എന്ന് പറയുന്നത്. ഇതെല്ലാം ഓരോ ആപ്ലിക്കേഷനാണ്. റീസെറ്റർ എന്ന ഫോമാറ്റിലാണ് ഈ വയർ ചുറ്റി വെച്ചിരിക്കുന്നതെങ്കിൽ 4 ടെർമിനൽസ് വരെ കാണും. അപ്പോൾ 4 ഔട്ട്പുട്ട് അതിൽ നിന്ന് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയെല്ലാം സ്ട്രെയിൻ ഗേജ് എലമെൻറ്റ് ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇത് വളരെ തിന്നായിട്ടുള്ള സ്റ്റാമ്പ് സൈസിലുള്ള ഒരു സെൻസറാണ്. ഇത് ഉപയോഗിച്ച് ടെൻസൈൽ ഫോഴ്സോ കംപ്രസീവ് ഫോഴ്സോ അല്ലെങ്കിൽ ടോർക്കോ അല്ലെങ്കിൽ ഡിഫ്ലക്ഷനോ എല്ലാം ഈസി ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇതെല്ലാം വരുന്നതനുസരിച്ച് ഈ സർക്യൂട്ടിലുള്ള റെസിസ്റ്റൻസിൽ ചേഞ്ച് ഉണ്ടാകും. ഈ ചേഞ്ചിന് റെസിസ്റ്റൻസ് മെഷർ ചെയ്താണ് എത്രത്തോളം ഫോഴ്സ് വന്നു, എത്രത്തോളം ഡിഫ്ലക്ഷൻ ഉണ്ടായി എന്നെല്ലാം കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാണ് സ്ട്രെയിൻ ഗേജ് എലമെൻ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന പല സെൻസറിലും അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഈ സ്ട്രെയിൻ ഗേജ് എലമെൻ്റ് ആയിരിക്കും. പലതിലും ഈ സെൻസ് ചെയ്തെടുക്കുന്ന ഈ ഡിഫ്ലക്ഷനും മറ്റു കാര്യങ്ങളെല്ലാം സെൻസ് ചെയ്തെടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഈ സ്ട്രെയിൻ ഗേജ് എലമെൻ്റാണ്. ഇതൊരു പ്രൈമറി സെൻസറായിട്ട് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന പല സെൻസറിലും ഈ സ്ട്രെയിൻ ഗേജ് എലമെൻ്റിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ കാണും. അതുകൊണ്ട് ഈ സ്ട്രെയിൻ ഗേജ് എലമെൻറ്റ് ഇപ്പോഴേ പറഞ്ഞതേ ഉള്ളൂ.
അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് എലമെൻറ്റ്. ഇത് സ്ട്രെയിൻ ഗേജ് എലമെൻറ്റ്. ഇത് ഡിസ്പ്ലേസ്മെൻറ്റ് സെൻസറിൻ്റെ അകത്ത് ഉപയോഗിക്കാം. നമ്മുടെ പൊസിഷൻ സെൻസേഴ്സിൻ്റെ അകത്തെല്ലാം ഈ സ്ട്രെയിൻ ഗേജ് എലമെൻ്റ് എല്ലാം ഉപയോഗിക്കാം. അത് ഓരോ ടൈപ്പ് ഓഫ് സെൻസർ പഠിക്കുമ്പോഴേക്കും നമ്മൾ പഠിക്കും എവിടെയാണ് സ്ട്രെയിൻ ഗേജ് എലമെൻറ്റ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ പഠിക്കും. അപ്പോൾ ഇതാണ് സ്ട്രെയിൻ ഗേജ് എലമെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു സെൻസറിൻ്റെ എലമെൻറ്റ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ. അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കിയുള്ള 1-2 ടൈപ്പ് ഓഫ് സെൻസേഴ്സും കൂടെ നമുക്ക് പഠിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.